അങ്ങനെ പുള്ളി മദ്രാസിന് പോയി. ഞാൻ തിരിച്ചു വന്നു. എന്നോട് ചെല്ലാൻ പറഞ്ഞ ദിവസം ഞാൻ അവിടെ ചെന്നു. എന്നെ വിളിച്ച് എന്നെ പാറപ്പുറത്തിൻ്റെ അടുത്തിരുത്തിയിട്ട് വൈഫിനോട് പറഞ്ഞ് 2 ചായ കൊണ്ടുവരാൻ പറഞ്ഞു. ചായ കൊണ്ടുവന്നു. എനിക്ക് തന്നു. ചായ 2 പേരും കുടിച്ചു കഴിഞ്ഞിട്ട് എന്നോട് ആദ്യം ഒരു ചോദ്യമാണ്, നിങ്ങൾ എഴുതുന്ന കഥയിലെ കഥാപാത്രങ്ങളിൽ നിങ്ങളുമായി വല്ല ബന്ധമുണ്ടോ? എനിക്ക് മറുപടി പറയാൻ അറിഞ്ഞുകൂടാ. കാര്യം എനിക്കിതിനെപ്പറ്റി ഒന്നും പറഞ്ഞ് ഞാൻ എല്ലാ പുസ്തകം ചെറുതായിട്ടൊക്കെ വായിച്ച് ചൈന വാർ നടന്നുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ എഴുതിയത്. നിങ്ങൾ എഴുതിയ കഥയിലെ കഥാപാത്രങ്ങൾ നിങ്ങളുമായി വല്ല ബന്ധമുണ്ടോ? ഇല്ല. ഉണ്ട്. പുള്ളി പറഞ്ഞു ഉണ്ട്. അതിലെ കൊച്ചു പയ്യൻ, ആ പയ്യനെ നിങ്ങൾ ലഡാക്കിക്കൊണ്ടുചെന്ന് കൊണ്ട് വെടിവെച്ച് കൊന്നു. ആര് പറഞ്ഞു? നിങ്ങൾ കൊലക്കുറ്റത്തിന് ഉത്തരവാദിയാണ്. നിങ്ങളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കേണ്ട സമയമായി. വിഷമിച്ചു. ഇത് അവസാനം പറഞ്ഞു, കഥ എഴുതുന്നതിന് ഒരുപാട് നിയമങ്ങളുണ്ട്. ചെറുകഥ എഴുതുന്നതിന് നിയമമുണ്ട്, നാടകം എഴുതുന്നതിന് നിയമമുണ്ട്, നോവൽ എഴുതുന്നതിന് നിയമമുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും വായനയൊരു ഘടകമാണ്. വായനയില്ലാത്തവർക്ക് എഴുതാൻ പറ്റില്ല, അവർക്ക് അറിവുണ്ടാകില്ല. അതുകൊണ്ട് അടിയന്തരമായി നിങ്ങൾ വായനശാലയിൽ ചേരണം. അങ്ങനെ പറഞ്ഞാണ് ആ പുസ്തകം, അത് ഇന്നും ഞാൻ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ വന്നിട്ട് വെൺമണി വായനശാലയിൽ ചേർന്നിട്ട് കേരളത്തിലെ എണ്ണപ്പെട്ടവരുടെ മുഴുവൻ പുസ്തകവും വായിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം പ്രൊഫഷണൽ നാടകരംഗത്തേക്ക് വന്നല്ലേ? അതെ. നാടക സമിതിയുടെ പേരെന്തായിരുന്നു? അന്ന് ചെങ്ങന്നൂർ ആതിര എന്നുള്ള പേരിലായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ അതിന് ശേഷം ഞാൻ വായനശാലയിൽ ചേർന്ന് കേരളത്തിലെ എണ്ണപ്പെട്ട എഴുത്തുകാരുടെ മുഴുവൻ പുസ്തകവും വായിച്ചു. തോപ്പിപ്പാസിയുടെ ഒളിവിലെ ഓർമ്മകൾ ഞാൻ 2 പ്രാവശ്യം വായിച്ചു. കാരണം അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയ നാടകം കേരളക്കരയിൽ ഏതാണ്ട് 15,000 സ്റ്റേജിൽ കൂടിയ കയറി ഇറങ്ങി ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുക. കാരണം ജനങ്ങളുമായി ബന്ധപ്പെട്ട നാടകമാണ്. അതിലെ പ്രധാന കഥാപാത്രം തോപ്പിപ്പാസിയുടെ അച്ഛൻ തന്നെയാണ്. അത് മനസ്സിലാക്കണം. എനിക്ക് അന്ന് തോപ്പിപ്പാസിയുമായിട്ട് ഞങ്ങൾ സംസാരിക്കുമ്പോഴൊന്നും തോപ്പിപ്പാസിയാണെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. കാര്യം പുള്ളിയോട്ട് പറയത്തുമില്ല. കാരണം ഒളിവിലിരിക്കുകയല്ലേ. ഒളിവിലിരിക്കുന്ന മനുഷ്യൻ പറയുമോ? പിന്നീടാണ് എനിക്ക് മനസ്സിലായത് തോപ്പിപ്പാസിയായിരുന്നെന്ന്. ഞാൻ KPSC പോയപ്പം എൻ്റെ പുസ്തകം കൊടുക്കാൻ ഞാൻ അവിടെ ചെന്നു. ചരിത്രം ഉറങ്ങുന്ന ഗ്രാമം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം KPSC കൊടുക്കാൻ ചെന്നു. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ KPSCയിൽ നിന്ന് സംസാരിച്ചിട്ട് ഉണ്ട്. ഇത്രയും പാർട്ടി പ്രവർത്തനമൊക്കെ നടത്തിയിട്ടും പാർട്ടിയുടേതായ എന്തെങ്കിലും സഹായങ്ങൾ കിട്ടിയിട്ടുണ്ടോ? എനിക്ക് പാർട്ടിയുടേതായിട്ടുള്ള സഹായങ്ങളൊന്നും ഇതിനു മുൻപ് അങ്ങനെ കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പം എനിക്ക് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മാസം തോറും 1,500 രൂപ തരും. ചെങ്ങന്നൂർ പാർട്ടി തന്നുകൊണ്ടിരുന്ന പൈസ ഇപ്പം തരുന്നില്ല. പാർട്ടിക്ക് പൈസ ഇല്ലെന്നാണ് പറയുന്നത്. ഞാനൊട്ട് വിശദീകരിച്ച് ചോദിക്കാനും പോയിട്ടില്ല. കാരണം ഞാൻ സാമ്പത്തികം ആഗ്രഹിച്ചാൽ ഈ പാർട്ടിക്കകത്ത് വന്നതാണ്. കാരണം എനിക്ക് ആശയമാണ് പ്രശ്നം. ഇപ്പോഴും ഒരു ആവേശം ഉള്ളിലുണ്ടല്ലേ? സംശയം എന്താ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് പാർട്ടി പരിപാടി പഠിക്കണം, പാർട്ടി ഭരണഘടന പഠിക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടിപ്പിക്കുന്നത് എങ്ങനെയാണ്? ചൈനയിൽ എങ്ങനെ വിപ്ലവം നടന്നു, റഷ്യയിൽ എങ്ങനെ വിപ്ലവം നടന്നു. ആ റഷ്യയിൽ 917 സായുധ വിപ്ലവത്തിൽ കൂടി അധികാരം പിടിച്ചെടുത്ത് 75 വർഷം കഴിഞ്ഞപ്പം ചെങ്കൊടി വലിച്ച് കീറി താഴെയിട്ട് ചവിട്ടി ലെനിൻ്റെയും സ്റ്റാലിൻ്റെയും മാവോയുടെയൊക്കെ
പ്രതിമ അടിച്ചുടയ്ക്കുന്നത് ഞാൻ കണ്ടതാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടിപ്പിച്ചതിൻ്റെ പോരാഴികയുണ്ട്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടിപ്പിക്കുന്നത് ഇപ്പം കൽക്കട്ടയിൽ എന്താ സംഭവിച്ചത്? കൽക്കട്ടയിൽ ആ സമരം സംഘടിപ്പിച്ച് 70 വർഷം ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടി എവിടെ പോയി? എന്താ കോൺഗ്രസ് ഇനിയും ഇന്ത്യയിൽ അധികാരത്തിൽ വരുമോ? വരത്തില്ല. കാരണം വരാനുള്ള സാധ്യതയില്ല. കാരണം എന്താ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ആദ്യം പറഞ്ഞെന്താ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ കൃഷിക്ക് ഭൂമി കർഷകർക്ക് കൊടുക്കാം, ഇന്ത്യയിലെ കൃഷിക്കാർക്ക് ഭൂമി വിതരണം നടത്തും, അതുപോലെ തന്നെ ചെറുപ്പക്കാർക്ക് തൊഴിലുണ്ടാക്കി കൊടുക്കും. ഇതുപോലെ നടന്നോ? ഞാൻ സ്വാതന്ത്ര്യ സമരത്തെ പറ്റി ഒരു പുസ്തകം എഴുതി വച്ചിട്ടുണ്ട്, സ്വാതന്ത്ര്യം ആർക്ക് വേണ്ടി എന്ന പേരിൽ ഞാനൊരു പുസ്തകം എഴുതി വച്ചിട്ടുണ്ട്. കാരണം കോൺഗ്രസിൻ്റെ തളർച്ച 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ വന്ന് കോട്ടക്കൊത്തളങ്ങൾ സ്ഥാപിച്ച് 600 നാട്ടുരാജാക്കന്മാരെ തമ്മിലടിപ്പിച്ച് അവർ ഇന്ത്യയുടെ ഭരണം ഏറി. ഇത് കണ്ടുകൊണ്ട് ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പടപൊരുതിയ വേലുത്തമ്പി ദളവ, കുഞ്ഞാലി മരയ്ക്കാർ, അതുപോലെ തന്നെ ഝാൻസി റാണി അവരൊക്കെ നടത്തിയ സമരങ്ങൾ ഒറ്റപ്പെട്ട സമരങ്ങളായിരുന്നു. പക്ഷേ അത് നേരിടാൻ കഴിഞ്ഞില്ല. പക്ഷേ കോൺഗ്രസ് രൂപീകരിച്ചു. കോൺഗ്രസ് അന്ന് പറഞ്ഞെന്താ, സ്വാതന്ത്ര്യം കിട്ടിയാൽ കൃഷിഭൂമി കൃഷിക്കാർക്ക് കൊടുക്കാം, തൊഴിലില്ലായ്മ പരിഹരിക്കാം, പട്ടിണി പരിഹരിക്കാം. ഇതെല്ലാം പറഞ്ഞാൽ കോൺഗ്രസ് ഇതുപോലെ നടത്തിയിട്ടുണ്ടോ? കോൺഗ്രസ് ഇതുവരെ ഒന്നും നടത്തിയിട്ടില്ല. അതുകൊണ്ടാണ് കോൺഗ്രസ് ഇനി അധികാരത്തിൽ വരാൻ പോകുന്നില്ല. BJPയുടെ ഒരു കടന്നുകയറ്റമുണ്ട്. BJP ഇപ്പം ഇപ്പോൾ കേന്ദ്രത്തിൽ ഭരിക്കുന്നു, മിക്ക സംസ്ഥാനങ്ങളിലും ഭരിക്കുന്നു. കേരളത്തിൽ BJP അധികാരത്തിൽ വരുമോ? വരത്തില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടിപ്പിച്ചതിൽ അടിസ്ഥാനപരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംഘടിപ്പിച്ചത് കേരളത്തിലാണ്. കേരളത്തിലെ കർഷകത്തൊഴിലാളികളെ സംഘടിപ്പിച്ച്, പാവപ്പെട്ട തൊഴിലാളികളെ സംഘടിപ്പിച്ചു, കൃഷിക്കാരെ സംഘടിപ്പിച്ചു. അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായി പഠിപ്പിക്കാത്തതിൻ്റെ ഇച്ചിരി പോരാളിയുണ്ട്. പക്ഷേ ഞങ്ങളൊക്കെ അന്ന് രാഷ്ട്രീയത്തെ നേതാക്കന്മാരോട് പറഞ്ഞിട്ടുണ്ട്. കാരണം തൊഴിലാളികളെ മുദ്രാവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം സംഘടിപ്പിച്ചാൽ പോരാ. കാര്യം മുദ്രാവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ചാൽ തൊഴിലാളി വർഗത്തെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയത്തില്ല. അതേസമയത്ത് തൊഴിലാളികളെ ആയുധമണിയിക്കണം, തൊഴിലാളി വർഗം ആയുധമണിയിക്കണം. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ പോരാളിയെ കേരളത്തിലെ കർഷക തൊഴിലാളികളിൽ നിന്നും ചോർച്ചയുണ്ടാകുന്നുണ്ട്. അതേമാതിരി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അന്നും ഇന്നും ഇപ്പോൾ തന്നെ ചൂരൽമലയിൽ നടത്തിയ എന്താ സംഭവം? ചൂരൽമലയിൽ പാവപ്പെട്ട ആളുകളെല്ലാം മല പൊട്ടി ഉരുൾപൊട്ടി എല്ലാം പോയി കഴിഞ്ഞ ആളുകൾക്ക് വേണ്ടി കാശ് പിരിച്ചിട്ട് 10 പൈസ കൊടുക്കാത്ത കോൺഗ്രസ്. ഇതിനു മുമ്പ് ഇതുപോലെ കള്ളൻ പനമ്പള്ളി, പഴയ കോൺഗ്രസ്സുകാർ ഇതൊക്കെ തന്നെ ആയിരുന്നു. ഇപ്പോഴത്തെ കോൺഗ്രസ് ഇത് തന്നെ. കാരണം പിരിക്കുന്ന പൈസ അവർ കൊടുക്കുകയില്ല, ജനങ്ങൾക്ക് കൊടുക്കത്തില്ല. അതേമാതിരി ഇവിടുത്തെ യുവജന പ്രസ്ഥാനം 100 വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. കാശ് പിരിച്ച് BSNനെ പിണറായിയെ ഏൽപ്പിച്ചു. അതേമാതിരി അവർ പിരിച്ച പൈസ ഇതുവരെ കൊടുത്തിട്ടില്ല, ആരുടെ കയ്യിലും കൊടുത്തിട്ടില്ല. അപ്പം അങ്ങനെ ഈ VSൻ്റെ ഒരു വേർപാട് നമ്മളിൽ നിന്ന് വിട്ടുപോയിരിക്കുകയാണ്. ഇത് പാർട്ടിക്ക് എത്തരത്തിൽ പാർട്ടിയെ ബാധിക്കും? കാര്യം BSനെ പോലൊരു നേതാവിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തില്ല. BSന് പകരം BS മാത്രമേ ഉള്ളൂ. എനിക്ക് ഒരിക്കലും BSനെ മറക്കാൻ കഴിയില്ല. കാര്യം BS ആണ്
ഈ പാവപ്പെട്ട കർഷകത്തൊഴിലാളികളെ മുഴുവൻ സംഘടിപ്പിച്ച് കുട്ടനാടൻ പാടശേഖരങ്ങളിൽ മങ്കമ്പിപ്പട്ടനെയും എം സി യോണിനെയും പാറായിത്തരകനെയും ചിറ്റര തമ്പുരാനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് കർഷകത്തൊഴിലാളികളെ മുഴുവൻ സംഘടിപ്പിച്ച് ഒരു വർഗ സമരത്തിൽ കൂടി അവരുടെ മാടമ്പിത്തം അവസാനിപ്പിക്കാൻ കഴിഞ്ഞത് VSൻ്റെ പ്രവർത്തനമാണ്. ആ VSനെ മറക്കാൻ കഴിയത്തില്ല. 87-ാം വയസ്സിലും ഒരു യുവാവിൻ്റെ ചുറുചുറുക്കോടെ പാർട്ടിയെ നെഞ്ചോട് ചേർത്ത് വെച്ച് ജീവിതം മുന്നോട്ട് നയിക്കുകയാണ് ശ്രീ VC വെൺമണി. പാർട്ടി ഏൽപ്പിച്ച ഓരോ ദൗത്യങ്ങളും ആത്മാർത്ഥമായി ചെയ്തുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് ജീവിച്ചത്. യാതൊരു ലാഭങ്ങളും നോക്കാതെ, നഷ്ടങ്ങളും നോക്കാതെ പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം ജീവിച്ചു. ഇപ്പോഴും അത് തുടരുന്നു. VS അച്യുതാനന്ദൻ്റെ വേർപാട് വളരെ വലിയ ദുഃഖമാണ് ഇദ്ദേഹത്തിലുണ്ടാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, പറയുമ്പോൾ ഇപ്പോഴും കണ്ടമിടറുന്നുണ്ട്, കൈകൾ വിറയ്ക്കുന്നുണ്ട്. വളരെ വേദനയോടെയാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. കേരളത്തിലെ മുഴുവൻ പാർട്ടി പ്രവർത്തകരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു. നന്ദി.